ജനപ്രതിനിധികൾക്ക് എത്ര രൂപയാണ് ശമ്പളമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ജനങ്ങളെ സേവിക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നും എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവരെങ്ങനെ ജനപ്രതിനിധികളാകും? ഇങ്ങനെയൊക്കെ നിരവധി സംശയങ്ങൾ നമുക്കുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ജനപ്രതിനിധികൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടെന്ന് മറക്കാനാവില്ല. അവരും നികുതി കൊടുക്കുന്നവരാണ്. ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും 5 വർഷം പ്രവർത്തിക്കാൻ അവർക്ക് പണം കൂടിയേ തീരൂ. ലോക്സഭയിലും രാജ്യസഭയിലും നിയമസഭയിലുമൊക്കെ പോകാനും തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിലെ വികസനത്തിനുമൊക്കെ ഓടി നടക്കാൻ ചെലവുണ്ട്. അതിന് ശമ്പളം കൂടിയേ തീരൂ. അടുത്ത 5 വർഷം രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇനി പാർലമെന്റിലും രാജ്യസഭയിലും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് ബാക്കി. വരുന്ന 24, 25, 26 തീയതികളിലായി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. മുൻ സ്പീക്കർ ഓം ബിർള തന്നെ ലോക്സഭാ സ്പീക്കറായി തുടരുമെന്നാണ് സൂചനകൾ. 543 പ്രതിനിധികളാണ് രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തുന്നത്. രാജ്യത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ലോക്സഭയിൽ ശബ്ദമുയർത്തുകയും രാജ്യത്തിന്റെ പുരോഗതിക്കായുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താൻ പങ്കാളിയാവുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്തമാണ് ഓരോ എംപിമാരിലും നിക്ഷിപ്തമായിരിക്കുന്നത്. ഇതോടൊപ്പമാണ് തൻ്റെ മണ്ഡലത്തിലെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും നോക്കേണ്ടത്. ഇതിനായി ചെലവഴിക്കുന്ന പണത്തിന് കണക്കുണ്ടാകില്ലെന്ന് തന്നെ പറയാം. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്ന പഴമൊഴി പോലെ ചെലവഴിക്കുന്ന പണം എത്രയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് എംപിക്ക് സ്വന്തമായി ഓഫീസും ജീവനക്കാരും വേണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെടാൻ വാഹനവും വേണം. ഇങ്ങനെ എല്ലാ തലത്തിലും ചെലവുകളാണ്. ഓഫീസ് ജീവനക്കാരുടെ ശമ്പളം എംപി തന്നെ നൽകുകയും വേണം. ഇതിന് എംപിയുടെ ശമ്പളം തികയില്ലെന്നാണ് പറയപ്പെടുന്നത്. ഒരു മാസം എംപിക്ക് എല്ലാ അലവൻസും ചേർത്ത് 1.89 ലക്ഷം രൂപ ലഭിക്കുമെന്നാണ് കണക്കുകൾ. ഇതിൽ എംപിമാരുടെ അടിസ്ഥാന ശമ്പളം 1 ലക്ഷം രൂപയാണ്. പിന്നെ മണ്ഡല അലവൻസ്, ഓഫീസ് ചെലവുകൾ, പ്രതിദിന അലവൻസ്, യാത്രാബത്ത, വീട്, ചികിത്സ, പെൻഷൻ, ഫോൺ, ഇന്റർനെറ്റ്, വൈദ്യുതി, വെള്ളം എന്നിവയ്ക്കുമാണ് പണം നൽകുന്നത്. എംപിമാർക്ക് മണ്ഡലം അലവൻസായി പ്രതിമാസം 70,000 രൂപ ലഭിക്കും. ഇത് ഓഫീസുകൾ പരിപാലിക്കാനും മറ്റു ചെലവുകൾക്കുമായി ഉപയോഗിക്കാം. ഓഫീസ് ചെലവുകൾക്കായി പ്രതിമാസം 20,000 രൂപയാണ് നൽകുക. ജീവനക്കാരുടെ ശമ്പളം, സ്റ്റേഷനറി, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയ്ക്ക് വരുന്ന ചെലവുകൾ ഇതിൽ നിന്ന് ഉപയോഗിക്കണം. പാർലമെന്ററി സെഷനുകളിലും കമ്മിറ്റി മീറ്റിങ്ങുകളിലും പങ്കെടുക്കാനായി എംപിമാർ തലസ്ഥാനത്തെത്തുമ്പോൾ താമസം, ഭക്ഷണം എന്നിവയ്ക്കായി പ്രതിദിനം 2,000 രൂപ അലവൻസ് ലഭിക്കും. എംപിമാർക്കും അടുത്ത കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം സൗജന്യമായി 34 ആഭ്യന്തര വിമാനയാത്രകൾ നടത്താം. ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ സൗജന്യമായി യാത്ര നടത്താം. മണ്ഡലത്തിലെ റോഡ് യാത്രയ്ക്ക് മൈലേജ് അലവൻസ് ലഭിക്കും. എംപിമാർക്ക് അവരുടെ കാലയളവായ 5 വർഷം പ്രധാന നഗരങ്ങളിൽ സൗജന്യ താമസ സൗകര്യം ലഭിക്കും. ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം 2 ലക്ഷം രൂപ ഭവന അലവൻസ് ലഭിക്കും. എംപിമാർക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ ഹെൽത്ത് സ്കീമിന് കീഴിൽ സൗജന്യ ചികിത്സ ലഭിക്കും. സർക്കാർ ആശുപത്രികളിലെ ചികിത്സയോ അല്ലെങ്കിൽ ഹെൽത്ത് സ്കീം പദ്ധതിയിൽപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സ നേടാം. ഒരു തവണ എംപി ആയാൽ പ്രതിമാസം 25,000 രൂപ പെൻഷൻ ലഭിക്കും. ഓരോ അധിക സേവന വർഷത്തിനും പ്രതിമാസം 2,000 രൂപ വീതം ഇൻക്രിമെന്റും ലഭിക്കും. എംപിമാർക്ക് പ്രതിവർഷം 1,50,000 രൂപയുടെ സൗജന്യ ടെലിഫോൺ കോളുകൾ വിളിക്കാം. ഇതിനു പുറമെ വസതികളിലും ഓഫീസുകളിലും അവർക്ക് സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കും. എംപിമാർക്ക് 50,000 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും 4,000 കിലോ ലിറ്റർ വെള്ളവും നൽകും. 2006 എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ട സർവകക്ഷി യോഗത്തിലാണ് എംപിമാരുടെ ശമ്പളം നിർണ്ണയിക്കാൻ ഒരു സംവിധാനം നടപ്പിലാക്കണമെന്ന് തീരുമാനമെടുത്തത്. ഇതിനുശേഷം ഇത് സംബന്ധിച്ച് ഒരു നീക്കവും ഉണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലോക് പ്രഹരി എന്ന സന്നദ്ധ സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എംപിമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിർണ്ണയിക്കുന്നതിന് സ്വാതന്ത്ര്യവും സ്ഥിരവുമായ ഒരു സംവിധാനം വേണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം നിർണ്ണയിക്കുന്ന ശമ്പള കമ്മീഷൻ പോലുള്ള സംവിധാനം എംപിമാരുടെ ശമ്പളം നിർണ്ണയിക്കാനും വേണമെന്നത് ഏറെ നാളെയുള്ള ആവശ്യമാണ്. ഇനി രാഷ്ട്രപതിയുടെ ശമ്പളം നോക്കാം. രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളും ചേർന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രസിഡൻഷ്യൽ വസതിയാണ് രാഷ്ട്രപതി ഭവൻ. സർക്കാരിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ജോലിയാണ് രാഷ്ട്രപതിയുടേത്.
5 ലക്ഷം രൂപയാണ് രാഷ്ട്രപതിയുടെ ശമ്പളം. 1951 രാഷ്ട്രപതിയുടെ ശമ്പളവും പെൻഷൻ നിയമവും പ്രകാരമാണ് പ്രതിഫലം നിശ്ചയിക്കുന്നത്. രാഷ്ട്രപതിക്ക് വിവിധ തരത്തിലുള്ള നികുതി ഇളവുകൾ ലഭിക്കുന്നു. വിമാനത്തിലും തീവണ്ടിയിലും സൗജന്യ യാത്ര, സൗജന്യ താമസം, വൈദ്യസഹായം, പ്രതിവർഷ ഓഫീസ് ചെലവുകൾക്ക് 1 ലക്ഷം രൂപ തുടങ്ങിയ അലവൻസുകളും രാഷ്ട്രപതിക്ക് ലഭിക്കുന്നു. കാലാവധി കഴിയുന്നതോടെ 1.5 ലക്ഷം രൂപ രാഷ്ട്രപതിക്ക് പെൻഷൻ ഇനത്തിൽ പ്രതിമാസം ലഭിക്കും. ഫർണിഷ്ഡ് ബംഗ്ലാവ്, 2 സൗജന്യ ലാൻഡ് ലൈനുകൾ, 1 മൊബൈൽ ഫോൺ, 5 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, കൂടെ വരുന്ന ആൾക്കും വിമാനത്തിലും തീവണ്ടിയിലും സൗജന്യ യാത്ര എന്നിവയും ലഭിക്കും. ഇനി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. സർക്കാരിന്റെ തലവനാണ് പ്രധാനമന്ത്രി. ഏതെങ്കിലും സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തെ രാഷ്ട്രപതിയാണ് നിയമിക്കുക. 1.66 ലക്ഷം രൂപയാണ് മാസ ശമ്പളം. ഇതിൽ അടിസ്ഥാന ശമ്പളം 50,000 രൂപയും 3,000 രൂപയുടെ എക്സ്പെൻസ് അലവൻസും 45,000 രൂപയുടെ പാർലമെന്ററി അലവൻസും ഡെയിലി അലവൻസായി 2,000 രൂപയും ഉൾപ്പെടും. ഔദ്യോഗിക വസതി, SPG സുരക്ഷ, സർക്കാർ വാഹനങ്ങളിലും വിമാനങ്ങളിലും യാത്ര എന്നിവ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു. വിദേശയാത്രകളിൽ യാത്ര, താമസം, ഭക്ഷണം ഇതെല്ലാം സർക്കാർ വഹിക്കും. കാലാവധി അവസാനിച്ചാൽ 5 വർഷത്തേക്ക് സൗജന്യമായി താമസവും വൈദ്യുതിയും കുടിവെള്ളവും ലഭിക്കും.